നിങ്ങൾ ഇത്രയും വൃത്തികെട്ട ഒരുത്തരാന്ന് ഞമ്മൾ അറിഞ്ഞില്ല. ഇവിടെ പെണ്ണുങ്ങളെ കുളിക്കാനും സമ്മതിക്കൂലാച്ചാ. എനിക്കൊരു തെറ്റ് പറ്റി. എല്ലാരും അറിയിച്ചെന്നെ കൂടുതൽ ബസളാക്കല്ല. അറിയട്ടെ, എല്ലാരും അറിയട്ടെ. നിങ്ങൾ ഇപ്പം ചെയ്തത് നാണം കെട്ട പണിയാണ്. പോട്ടെ പാതുർത്താത്ത, വീടും കുട്ടിയൊക്കെ വിട്ടു നിൽക്കുന്ന മനുഷ്യന്മാരല്ലേ, മനസ്സൊന്ന് വാളിട്ടുണ്ടാവും. ഇതൊക്കെ തെറ്റല്ലേ അവറാനെ? നമുക്കൂല്ലി അമ്മ പെങ്ങന്മാരും. ഞാനിത് ഇത്ര വലിയ പ്രശ്നമാവെന്ന് വിചാരിച്ചല്ല. സോപ്പ് തേക്കണ നേരം. എനിക്ക് കേക്കണ്ട. ഡേർട്ടി മാറ്റേഴ്സ് കഴിഞ്ഞത് കഴിഞ്ഞു. അവറാനെ, നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. ഇനി ആവർത്തിക്കരുത്. ആ പാത്തുട്ടിയെ, നീ ധൈര്യമായിട്ട് പോയി കുളിച്ചോ. ഞാൻ ഡോറിന്റെ അടുത്ത് കാവലും നോക്കാം. എന്താണ് പ്രശ്നം? വാട്ട് ഈസ് എ പ്രോബ്ലം? പറയൂ. അക്രമാസക്തമായി ജനക്കൂട്ടമോ ഉടൻ പിരിഞ്ഞു പോണം. എല്ലാരും പിരിഞ്ഞു പോണം. ഈ ജവാൻ മുസ്തഫ ഇവിടെ വാച്ച്മാനായിരിക്കുന്നിടത്തോളം കാലം ഒരുത്തനും ഇവിടെ ഒരക്രമവും നടത്താൻ ഞാൻ സമ്മതിക്കില്ല. മുഴുവൻ അക്രമവും ഞാൻ തന്നെ ചെയ്യും. എന്താണ് കച്ചറ പാത്തൂട്ടി? അതല്ല, എന്താണ് പ്രശ്നം പാത്തൂട്ടിയെന്ന്? പ്രശ്നം തീർക്കാൻ ഒരു പറമാണി വന്നിക്കണ്. ഒന്ന് പോട ചെക്ക. നിങ്ങൾ എന്നെ ഇങ്ങനെ വില കുറച്ച് കാണരുത്. പട്ടാളത്തിലായിരുന്നപ്പോ അതിർത്തിയിൽ എന്തോരം പ്രശ്നങ്ങളാണ് ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയോ, 1987 ഇന്ത്യ ന്യൂഡൽഹി യുദ്ധം. അന്നൊരൊറ്റ തോക്കുകൊണ്ടാണ് ഞാൻ 10-36 പട്ടാളക്കാരോട് യുദ്ധം ചെയ്തത്. ഓനോലൊക്കെ യുദ്ധം ചെയ്തിട്ടുള്ളത് അതിർത്തിയിൽ നോക്കാൻ തോന്നിയാ ഓനെ പട്ടാളത്തിൽ പറഞ്ഞിട്ട്. അങ്ങനെയല്ല ഈ ജവാൻ മുസ്തഫയ്ക്കാണോ ഈ നിസ്സാര പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റാത്തത്? പറയൂ പാത്തൂട്ടി താത്ത, നിങ്ങൾ ആരാണ് മാനഭംഗപ്പെടുത്താൻ വന്നത്? എന്റെ വാപ്പ. നമ്മുടെ ബാപ്പ അത്രയ്ക്ക് മോശക്കാരനാണ്? വെറുതെ എന്തിനാ മുസ്തഫ ബാത്തുട്ടിന്റെ വായല ചീത്ത കേൾക്കണേ? ബാത്തുട്ടിയെ, നമ്മക്കിടയിൽ പറഞ്ഞാ തീരാത്ത പ്രശ്നങ്ങളുണ്ടോ? പറ, എന്താ ഉണ്ടായത്? സൂപ്പിക്കാക്ക ചോദിച്ചോണ്ട് മാത്രം ഞമ്മള് പറയാണ്. കുളിക്കാൻ വേണ്ടി കുളിമുറി കയറി വാതിലടച്ച്. എന്നിട്ട് കുളിക്കാൻ വേണ്ടി കുളിമുറി കയറി വാതിലടച്ച്. വാതിൽ ഒരു പ്രാവശ്യം അടച്ചല്ലോ, അടച്ചതിന് ശേഷമുള്ള പറ. മേലൊക്കെ നനച്ച് കുളിക്കാൻ തുടങ്ങി. സോപ്പ് തേക്കാൻ വേണ്ടി ഞാൻ നോക്കുമ്പോ എന്താ കഥ? അവരാനൊളിച്ചു നോക്കണ്ടില്ലേ? എന്റെ ബാപ്പ ഒളിച്ചു നോക്കുന്നു. അത് പറ. അപ്പൊ എന്റെ ബാപ്പയല്ല, അബ്ദുറഹ്മാനിക്കയുടെ ബാപ്പയാണ് മാനഭംഗപ്പെടുത്താൻ വന്നല്ലേ? സൂപ്പിക്കാക്ക, ഈ പഹയനോട് മുണ്ടാണ്ടിരിക്കാൻ പറഞ്ഞോളി. ദയവായി ഒന്ന് മുണ്ടാണ്ടിരിക്കുന്ന കൂടെ പറപ്പേളെ. ബാത്തുട്ടി എജ്ജി പറ. ഞാൻ സോപ്പ് തേക്കാൻ വേണ്ടി നോക്കുമ്പോ എന്റെ സോപ്പ് കാണാനില്ല. പോന്നാണേം കൂട്ടരെ, ഇതൊരുമാതിരി ബിരുന്നിന് വിളിച്ചിട്ട് ചോറില്ലാന്ന് പറഞ്ഞ പോലെയായി. എല്ലാരും പോവാൻ വരട്ടെ. നിന്റെ ചന്ദ്രിയ സോപ്പ് കട്ടെടുത്ത് കുളിച്ച ആൾ ആരാത് അറിയണ്ടേ നിങ്ങക്ക്? ഈ നിൽക്കണ മനുഷ്യരാ. കുളിക്കാൻ നേരത്ത് നോക്കിയപ്പോ കണ്ടത് ആ സോപ്പാ. അത് പാത്തുട്ടിന്റെയാന്ന് എനിക്കറിയണേ. പോട്ടെ ബാത്തുട്ടിയെ, ഓനൊന്ന് കുളിച്ചു എന്നല്ലുള്ളൂ. അവരാനെ പാത്തുട്ടിന് സോപ്പാണ്ട് കൊടുത്താളാ. ഇയാള് കുളിച്ച സോപ്പ് എനിക്ക് വേണ്ട. അത് ഈ പറഞ്ഞ സോപ്പിനെ 501 സോപ്പ് ഉപയോഗിച്ച് നന്നാക്കി ഒന്ന് കുളിപ്പിച്ച് ഉപയോഗിച്ച് നോക്കിക്കൂടെ? അതിനു മുമ്പ് അവറാനിക്കാം ഒരു 501 ബാർ സോപ്പ് മേടിച്ചിട്ട് നന്നായിട്ട് ദേഹം കഴുകി ഒന്ന് ശുദ്ധിയാക്ക്. പാത്തൂട്ടി താത്ത തേച്ച സോപ്പ് ഇട്ടല്ലേ തേച്ച് കുളിച്ചത്. ഈ കുട്ടി എന്നെ പിടിച്ച് തല്ലണ്. മുസ്തഫയ്ക്ക് ഡ്യൂട്ടി ഗേറ്റിലല്ലേ, പിന്നെ അല്ല, ഇവിടെ ചെറിയ കശപിശ വന്നപ്പോ സോൾവ് ചെയ്യാം. മുസ്തഫയുടെ ജോലി ചെയ്താൽ മതി. അതുകൊണ്ടാവും രാത്രി പലരും മതിൽ ചാടി പുറത്തു പോകുന്നത്. മതില് ചാടി പുറത്തു പോകുന്നു? ഒരിക്കലുമില്ല. ഞാനിവിടെ കാവൽ നിൽക്കുന്നിടത്തോളം കാലം ഒരുത്തനും ചാടില്ല. അതിർത്തിയിൽ പാകിസ്ഥാൻ പട്ടാളക്കാർ മതിൽ ചാടിക്കോട്ടെ ഇക്കാന്ന് ചോദിച്ചപ്പോൾ ചാടണ്ടെന്ന് കർശനമായിട്ട് പറഞ്ഞവനാണ് ഈ ജവാൻ മുസ്തഫ. പിന്നെ എങ്ങനെ ഇവര് ചാടും? ഞാൻ ഒരിക്കലും ഒരുത്തരും ഒരു മതിലും ചാടിക്കില്ല. മതി, താൻ ഗേറ്റിലേക്ക് പോ. ചാടാൻ പാടാ. നീയൊക്കെ കൂടി ചാടി എന്നെ ഇവിടെ അടിക്കല്ലേ? നിങ്ങൾ ഓരോരുത്തർ ജോലിക്ക് പോയിക്കോളൂ. നിങ്ങൾ പോവാൻ വരട്ടെ. വാ. നിങ്ങൾ ഇന്നലെ രാത്രി ഏത് സിനിമയ്ക്കാ പോയത്? അതിനിവിടെ സിനിമ കൂടാൻ അടുത്തുണ്ടോ? ഈ പടിക്കപ്പുറത്ത് ഞാനൊരു റോഡ് തന്നെ കണ്ടിട്ടില്ല. എന്റെ മുന്നിൽ നാടകം കളിക്കണ്ട. ദേവസി ചേട്ടൻ പറ, നിങ്ങൾ ഇന്നലെ രാത്രി എങ്ങോട്ടാ പോയത്? ചോദിച്ചു കേട്ടില്ലേ? ഇന്നലെ സിനിമയ്ക്ക് പോയില്ലേന്ന്. അതിനെന്തിനാ കരയണത്? അത് ഞാൻ കരയാൻ വേണ്ടി പറഞ്ഞതല്ല.
അത് പിന്നെ ഇനി ആവർത്തിക്കരുത്. അന്റെ കരച്ചില് ഞമ്മളെ കാത്തുമുത്തേ. എന്താ എന്റെ അഭിനയം? ഇതില് ലേശം സാമ്പാർ വയ്ക്കണോ? എനിക്ക് ലേശം ചോറും. അടി പിടിച്ച സാമ്പാറാണെങ്കിലും വളിച്ച ചോറാണെങ്കിലും തീറ്റക്കൊരു കുറവുമാണ്. മൂക്കറ്റം വാരി വലിച്ച് തിന്നിട്ട് കുറ്റം പറഞ്ഞറിഞ്ഞോളി. സാമ്പാർ കുളിച്ച് മോര് കഴിച്ച് ഉപ്പേരി ചിരീവ കഴിച്ച് തിന്നോളി നന്ദില്ലാത്തവരെ. ബാക്കില്ലോ തിജിരും പുകയിലും കിടന്ന് കഷ്ടപ്പെട്ടത് ഒരുത്തിനും അറിയണ്ടല്ലോ. നിങ്ങളൊക്കെ തീറ്റയില് മര്യാദ ഇല്ലാത്തവരാന്ന് എനിക്കറിയാം. എന്നാൽ ഇത് വെച്ചുണ്ടാക്കണ എന്നോടും അവനവന്റെ വയറിനോട് ഒരിത്തിരി ദയാ അത് നിങ്ങൾ കാണിക്കണം എന്റെ അപേക്ഷ. അന്റെ കുടുംബത്തിന് കൊണ്ടുവന്നിട്ടല്ല ഇവിടെ വെച്ച് വിളമ്പണത്. മര്യാദക്ക് ചോറ് വിളമ്പടാ. എന്റെ വയറൊഞ്ച് കിടന്നാലേ ഗ്യാസ് വരും. എന്താ ഇവിടെ പ്രശ്നം? എന്താ പ്രശ്നം അദ്രുമാൻകാ? ഓ ഇപ്പൊ അദ്രുമാനിക്കേ കുഴപ്പക്കാരൻ. ഈ ഇരിക്കണോരൊക്കെ മര്യാദക്കാരായ മുത്തുമക്കളും കാണിച്ചിരുണ്ട് പയരെ. ഒരു ദിവസം ഞാൻ സാമ്പാറിൽ വിഷം കലക്കും. എന്താ നിന്ന് പിറുപിറുക്കുന്നത്? ഒന്നുമില്ല, സൂപ്രണ്ടനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് നിന്നെ ഒന്ന് പുറത്താക്കി തരണം. ഇവിടുന്ന് പോയാലും എനിക്ക് ജീവിക്കാനുള്ള പണിയൊക്കെ അറിയാം. അതാണ് മോശനം. അദ്രുമാൻക്കൊക്കെ ഇവിടുന്ന് പോണെന്നുണ്ടെങ്കിൽ അത് സൂപ്രണ്ടിനോട് നേരിട്ട് പറഞ്ഞാ മതി. ഇപ്പൊ എല്ലാരും സമാധാനായിട്ട് ഭക്ഷണം കഴിച്ചോട്ടെ. ഭക്ഷണത്തിന് ശേഷം എല്ലാരും ഹാളിലേക്ക് വന്നോളൂ. സൂപ്രണ്ട് മേഡം എത്തിയിട്ടുണ്ട്. സൂപ്രണ്ട് വന്നിട്ടുണ്ടോ? എന്നാ അവരാന്റെ പാടുണ്ടാവുമല്ലോ. ആ അപ്പോ സൂപ്പറിനോട് പറഞ്ഞിട്ട് നാളെ അബ്ദുറഹ്മാൻ പോവില്ലേ? സുഖല്ലേ വയമാക്ക? ഞാനൊരു തമാശ പറഞ്ഞു വെച്ചിട്ട് ഇവിടുന്ന് പോകാൻ മടിണ്ടായിട്ടല്ല, പട്ടിണി കിടന്ന് മയ്യത്താണ്ടാച്ചിട്ടാ. അവരാരിക്ക ഒരു കുഞ്ഞിക്കൈരും കൂടെ ചോറിട്ടെ. എനിക്ക് വേണ്ട, സൂപ്രണ്ട് വന്നിക്കണ്. തൊള്ള കൈക്ക് തൊണ്ട ശരിയാക്കട്ടെ. പാട്ട് പാടണ്ടേ? അവറാന്റെ പാട്ടിന് മുൻപ് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിൽ പലരും ഇവിടെ വഴക്കിടാറുണ്ടെന്നും പിണങ്ങാറുണ്ടെന്നും നൂർജഹാൻ എന്നോട് പറഞ്ഞു. പക്ഷേ അതൊക്കെ അപ്പോഴുള്ള തോന്നലിനോടൊത്തുണ്ടാകുന്ന കൊച്ചു കൊച്ചു പിണക്കങ്ങളാണെന്നും കാലങ്ങളോളം അത് മനസ്സിൽ സൂക്ഷിക്കുന്ന പകയോ വൈരാഗ്യമോ അല്ലെന്നും എനിക്കറിയാം. എന്നാലും ഞാൻ പറയട്ടെ, നിങ്ങൾ ജീവനെ പോലെ സ്നേഹിക്കുന്നവരും നിങ്ങളെ സ്നേഹിക്കേണ്ടവരുമായ മക്കളാലും കുടുംബത്താലും ഉപേക്ഷിക്കപ്പെട്ട് ഇവിടെ എത്തിയവരാണ് നിങ്ങളിൽ പലരും. ഇനിയുള്ള കാലം നിങ്ങൾക്ക് സ്നേഹിക്കാനും നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾക്ക് നിങ്ങളെയുള്ളൂ. മക്കൾക്ക് കൊടുക്കാൻ ബാക്കി വെച്ച സ്നേഹം ഇനി നിങ്ങൾക്ക് കൂടെയുള്ളവർക്ക് കൊടുക്കാം. എന്നെ ചവിട്ടി പുറത്താക്കിയ മക്കൾക്ക് കൊടുക്കാനുള്ള ദേഷ്യം അത് ഞാൻ ആർക്കാ കൊടുക്കുക? ആ പരിഭവം പാത്തുട്ടി പടച്ചോനോട് പറയാം. പൊറുക്കാനുള്ള മനസ്സ് പടച്ചോൻ തരും. പാടാനായോ? അവറാനിരിക്കെ അവറാന്റെ പാട്ട് കഴിഞ്ഞിട്ടേ യോഗം പിരിയുള്ളൂ. പിന്നെ നിങ്ങൾക്കിവിടെ ഒരുപാട് സൗകര്യക്കുറവുണ്ടെന്ന് എനിക്കറിയാം. കുടുംബത്തിലെ കുറവുകൾ പൊറുക്കുന്നത് പോലെ നിങ്ങൾ ഇതിനോട് പൊരുത്തപ്പെടണം. ഈ ശരണാലയത്തിന് വിദേശ ധനസഹായമോ വ്യവസായ കുത്തകളുടെ സഹായമോ നമുക്കില്ല. തരാൻ ആരും ഒരുക്കമല്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്. സ്വീകരിക്കാൻ നമ്മൾ തയ്യാറല്ലാത്തത് കൊണ്ടാണ്. തിന്മയുടെ കറ പുരണ്ടിട്ടില്ല എന്നുറപ്പുള്ള സംഭാവനകൾ മാത്രമേ സ്വീകരിക്കാറുള്ളൂ. പിന്നെ ഈ ശരണാലയത്തിന് വേണ്ടി പ്രതിഫലേച്ഛ കൂടാതെ സേവനം അനുഷ്ഠിക്കുന്ന നൂർജഹാൻ, മുസ്തഫ, അബ്ദുറഹ്മാൻ, ഇട്ടിച്ചിരി, അങ്ങനെ പലരും. ഇവരെ നിങ്ങൾ കൂടപ്പറപ്പുകളെ പോലെ സ്നേഹിക്കണം. ഇനിയും കെട്ടിടങ്ങളും നിറയെ അന്തേവാസികളുമായി ഈ ശരണാലയം വളരണമെന്നല്ല എൻ്റെ ആഗ്രഹം. പുറം തള്ളപ്പെടുന്ന മാതാപിതാക്കളില്ലാത്തൊരു കാലം വന്ന്
ഈ ശരണാലയം അടച്ചു പൂട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ വിധി മറ്റു മാതാപിതാക്കൾക്ക് വരാതിരിക്കാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. പറഞ്ഞ് ഞാൻ നിങ്ങളെ വിഷമിപ്പിച്ചോ? വിഷമിക്കണ്ട. ഇവിടെ ആരും അനാഥരുമല്ല, അശരണരുമല്ല. ഒരു വലിയ കുടുംബത്തിലെ അംഗങ്ങളല്ലേ നമ്മൾ. എല്ലാറ്റിനും മീതെ ആ കുടുംബനാഥൻ അള്ളാഹുവുമുണ്ട്. എല്ലാരും ഒന്ന് ഉഷാറായേ. നിന്റെ വിസിൽ വിട വേണ്ട. ഉഷാറാവണമെങ്കിൽ അവറാന്റെ പാട്ട് തന്നെ വേണം. പഠിച്ചോനെ പേര് മറന്നോന്നൊരു പേടി. ഒന്നും മറക്കൂല. നിന്റെ വിസിൽ വേണ്ടാന്ന് പറഞ്ഞില്ലേ? നിന്റെ ഹിന്ദി അസ്സലാമു അലൈക്കും. കുഞ്ഞാഞ്ഞ് ഓതാൻ പോണ്ടേ, കുഞ്ഞാഞ്ഞ് ഓതാൻ പോണ്ടേ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.